നമസ്കാരം. ജന്മഭൂമി പത്രത്തിൽ മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു വന്നത് വലിയ ചർച്ചയായിരുന്നു. പത്രം അച്ചടിക്കുന്നതിലുള്ള പ്ലേറ്റ് മേക്കിങ്ങിലുണ്ടായ അബദ്ധം മൂലമാണ് ജന്മഭൂമിയിൽ ചന്ദ്രിക പത്രത്തിന്റെ പേജ് അച്ചടിച്ചു വന്നതെന്നാണ് അനൗദ്യോഗിക വിശദീകരണം. ഇന്നലത്തെ ജന്മഭൂമി ദിനപത്രത്തിന്റെ കണ്ണൂർ എഡിഷനിലാണ് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് തെറ്റി അച്ചടിച്ചു വന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MK മുനീർ എന്നിവരുടെ ലേഖനങ്ങൾക്കൊപ്പം അലകും പിടിയും ഇടതുമുന്നണി എന്ന തലക്കെട്ടിലുള്ള ചന്ദ്രികയുടെ മുഖപ്രസംഗവും ജന്മഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സൈബർ സഖാക്കളും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജും ഉൾപ്പെടെയുള്ളവരും ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഇതാണ് അന്തർധാര എന്നായിരുന്നു സഖാക്കളുടെ പരിഹാസം. എന്നാൽ പരിഹസിക്കുന്ന സഖാക്കൾ മറന്നുപോകുന്ന കാര്യമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അബദ്ധം ദേശാഭിമാനിയിലും സംഭവിച്ചിട്ടുണ്ട്. 2010 ഡിസംബർ 29 ഗൾഫ് ദേശാഭിമാനിയിൽ ചന്ദ്രികയുടെ പേജ് അച്ചടിച്ചു വന്നിട്ടുണ്ട്. അന്ന് CPM-നെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചന്ദ്രികയിൽ എഴുതിയ ലേഖനം ദേശാഭിമാനിയിൽ വരികയായിരുന്നു. ലീഗ് നേതാവ് KN ഖാദറാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. കുരുടനെ വഴികാട്ടുന്ന കുരുടൻ എന്നായിരുന്നു ഖാദറിന്റെ ചന്ദ്രിക ലേഖനത്തിന്റെ തലക്കെട്ട്. ഈ ലേഖനം വള്ളിപുള്ളി തെറ്റാതെ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള KN ഖാദറിന്റെ കുറിപ്പ് ഇങ്ങനെ: ദേശാഭിമാനിയിൽ ഒരു പേജ്. ചന്ദ്രിക 2010 ഡിസംബർ 29 പ്രസിദ്ധീകരിച്ച ഗൾഫ് ദേശാഭിമാനിയാണ് ചിത്രത്തിൽ. ഇതിൽ അന്നത്തെ ബഹ്റൈൻ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജ് മുഴുവൻ അച്ചടിച്ചു വന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ദേശാഭിമാനിയിൽ കുരുടനെ വഴികാട്ടുന്ന കുരുടൻ എന്ന എൻ്റെ ലേഖനം വള്ളിപുള്ളി വിസർഗം വിടാതെ പ്രസിദ്ധീകരിച്ചു. ഈ സംഭവങ്ങളെ തുടർന്ന് അവിടെ വലിയ വിവാദമുണ്ടായി. അവസാനം വിറ്റുപോയതിൻ്റെ ബാക്കി ദേശാഭിമാനി പത്രക്കെട്ടുകൾ മുഴുവൻ അവർ തിരിച്ചു കൊണ്ടുപോയി. അതിനുവേണ്ടി ഏജന്റുമാർ കട കയറി നിറങ്ങുന്നതിന് ഞാനും അനേകം ബഹ്റൈൻ KMCC-കാരും സാക്ഷികളാണ്. ദേശാഭിമാനിയിൽ അന്നത്തെ ലേഖനം ശക്തമായ മാർക്സിസ്റ്റ് വിമർശനമായിരുന്നു. ബഹ്റൈൻ KMCC നേതാവ് ഹബീബാണ് ഇപ്പോൾ ഈ പത്രം ഇവിടെ എത്തിച്ചു തന്നത്. അദ്ദേഹത്തോട് കടപ്പാട് അറിയിക്കുന്നു. കഴിഞ്ഞ 15 വർഷം ഈ പത്രം പൊന്നുപോലെ സൂക്ഷിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് AP ഫൈസലിനെ അഭിനന്ദിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലുള്ളത്. ഇതിൻ്റെ ഫോട്ടോയും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദേശാഭിമാനിയാകട്ടെ തങ്ങളുടെ ഓൺലൈനിൽ 2 പാർട്ടികളെയും പരിഹസിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതും ഇത്തരം പിഴവുകൾ സംഭവിക്കാവുന്ന ഒന്നാണെന്ന് അറിയാവുന്നിട്ട് കൂടിയും. അബദ്ധമാണെങ്കിലും എഡിറ്റോറിയൽ മാറിപ്പോയെങ്കിൽ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരിടത്ത് പോലും BJP-യുടെ രാഷ്ട്രീയത്തെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ആ പത്രത്തിൻ്റെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അച്ചടിച്ചു വരിക. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകേണ്ട പേജിൽ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിന് BJP-യുടെ രാഷ്ട്രീയത്തിനെതിരെ ഒന്നും പറയാനില്ല എന്നതും ഒരു രാഷ്ട്രീയ കാഴ്ചയാണ്. അബദ്ധത്തിലാണെങ്കിലും ചന്ദ്രികയും ജന്മഭൂമിയും ഒന്നിച്ചപ്പോൾ ഒപ്പം വീക്ഷണം കൂടി ചേർന്നിരുന്നെങ്കിൽ കോലീബി സഖ്യത്തിൻ്റെ പൂർണ്ണത കാണാമായിരുന്നു. അഭിപ്രായങ്ങളും പരസ്പരം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ പത്രങ്ങൾ പ്രഥമ ദൃഷ്ടി അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണെന്നതിൻ്റെ ഉദാഹരണമാണോ ഇപ്പോൾ എഡിറ്റോറിയൽ മാറി വന്നത്? ഇതാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത. ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ എഡിറ്റ് പേജ് അച്ചടിച്ച് വന്നിട്ടും BJP-യുടെ രാഷ്ട്രീയത്തെ തൊട്ടുനോക്കാൻ പോലും തയ്യാറായില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ പരിഹാസം. ഒരു പ്രസ്സിൽ നിന്നും 2 പത്രം അച്ചടിക്കുമ്പോൾ ജീവനക്കാർക്ക് അബദ്ധം പറ്റി പരസ്പരം പേജുകൾ മാറിപ്പോകുന്നത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച ജന്മഭൂമി പത്രത്തിൽ എഡിറ്റോറിയൽ പേജ് ചന്ദ്രികയുടേതാണ്. ബാക്കി എല്ലാ പേജും ജന്മഭൂമിയുടേതും. ഒരു അബദ്ധം എന്ന് പറഞ്ഞ് അതിനെ സാധൂകരിക്കാൻ 2 പത്രങ്ങൾക്കും പറ്റും. അതവർ ചെയ്യട്ടെ. അതല്ല ഞാൻ പറയുന്നത്. ചന്ദ്രിക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ്. ജന്മഭൂമി BJP-യുടേതും. ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ആ പത്രത്തിൻ്റെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങളാണ് അച്ചടിച്ചു വരിക. ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ എഡിറ്റ് പേജ് അച്ചടിച്ച് വന്നിട്ടും BJP-യുടെ രാഷ്ട്രീയത്തെ ഒന്ന് തൊട്ടു നോക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു വരി ആ എഡിറ്റോറിയൽ പേജിൽ കാണുന്നില്ലല്ലോ എന്നതാണ് അത്ഭുതം. അതായത് ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പോളിസി BJP-ക്ക് പരിപൂർണമായി ഏറ്റെടുക്കാവുന്ന ഒന്നാണ് എന്നർത്ഥം. ഇതിനെയല്ലേ അന്തർധാര എന്ന് പറയുന്നതെന്നായിരുന്നു PM മനോജിൻ്റെ പരിഹാസം.